നമസ്കാരം. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ തന്നെ സ്ഥിരീകരിച്ചതോടെ മണ്ണടിയുന്നത് $95 ബില്യൺ സാമ്രാജ്യവും. 1989 അന്നത്തെ പരമോന്നത നേതാവ് ഖമേനി അന്തരിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ സുപ്രധാന പദവി ഖമേനിയെ തേടിയെത്തിയത്. അന്ന് താരതമ്യേന പ്രായത്തിൽ പിന്നിലായിരുന്ന ഖമേനി ഉന്നത പദവി നൽകുന്നതിനോട് പലരും എതിർത്തിരുന്നുവെങ്കിലും അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒടുവിൽ പിന്നീട് നീണ്ട 37 വർഷക്കാലം ഖമേനിയുടെ ഭരണം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന് ഭരണത്തിൽ തന്ത്രപ്രധാനമായ പ്രാധാന്യം ഖമേനി നൽകിയതോടെ പരമോന്നത സ്ഥാനം ഉറപ്പിച്ചു നിർത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചു. IRGCയെ ഒപ്പം നിർത്തി ഇറാന്റെ രാഷ്ട്രീയം, മതം, വ്യവസായം, അടിസ്ഥാന സൗകര്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളുടെ നിയന്ത്രണവും ഖമേനി സ്വന്തം കാൽക്കീഴിലാക്കി. ഇതോടെ ഇറാൻ സമ്പദ് വ്യവസ്ഥ തന്നെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായി. സമീപകാലത്തെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 95 ബില്യൺ ആസ്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. മകൻ മോജ്തബയ്ക്കാകട്ടെ വിദേശത്ത് 1000 കോടിയിൽ പരം രൂപയുടെ ആസ്തികൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഖമേനിക്ക് പുറമെ പ്രസിഡന്റ് പെഷഷ്കിയാനും കൊല്ലപ്പെട്ടു എന്നാണ് നിലവിലെ വിവരം. ഖമേനിക്ക് പകരക്കാരനെ കണ്ടെത്തേണ്ടത് ഇറാൻ ഭരണകൂട പ്രകാരം പ്രസിഡന്റ്, ജുഡീഷ്യറി തലവൻ, ഗാർഡിയൻ കൗൺസിൽ നിന്നുള്ള ഉന്നത പുരോഹിതൻ എന്നിവർ അടങ്ങുന്ന സമിതിയാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ നിയന്ത്രണം IRGC ഏറ്റെടുക്കുമെന്നാണ് സൂചനകൾ. ഇസ്രായേലിനോടും US-നോടും പകരം ചോദിക്കണമെന്ന് IRGC വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. യുദ്ധം തുടരുമെന്ന ആശങ്കയാണ് ഇത് നൽകുന്നത്. എന്തായാലും അമേരിക്കയുടെ ഉപരോധത്തിൽ മുങ്ങി നിൽക്കുകയാണ് എങ്കിലും ലോകത്തെ പ്രധാന എണ്ണ ഉൽപാദന കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇറാൻ. എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പക്കിലെ സുപ്രധാന അംഗവും കൂടിയാണ്. മാത്രമല്ല, ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും ആഗോള വിപണിയിലേക്ക് എണ്ണ ഒഴുകുന്ന ഹോർമുസ് കടലിടുക്കും ഇറാന്റെ നിയന്ത്രണത്തിലാണ്. യുദ്ധ സാഹചര്യത്തിൽ ഇറാന്റെ എണ്ണ ഉൽപാദനവും കയറ്റുമതിയും താറുമാറായി മാറി. ഹോർമുസ് വഴിയുള്ള കപ്പൽ നീക്കം ഇറാൻ തടഞ്ഞതോടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള എണ്ണ കയറ്റുമതിയും ഏറെക്കുറെ നിലയ്ക്കുകയും ചെയ്തു. ഇന്നലത്തെയും ഇന്നും ക്രൂഡ് ഓയിൽ, സ്വർണം, വെള്ളി, ഓഹരി വിപണികൾ അവധിയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തോട് തത്സമയം പ്രതികരിക്കാനുള്ള അവസരവും ഈ വിപണികൾക്ക് കിട്ടിയിട്ടുമില്ല. തിങ്കളാഴ്ച വിപണികൾ തുറക്കുമ്പോൾ എണ്ണവിലയെ കാത്തിരിക്കുന്നത് വൻ കുതിച്ചുചാട്ടമായിരിക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. നിലവിൽ തന്നെ ബാരലിന് $2.87 ഉയർന്ന് $72.87 ബ്രെന്റ് ക്രൂഡ് വില നിലനിൽക്കുന്നത്. WTI ക്രൂഡ് വില 2.78% നേട്ടവുമായി $67.02 നിലവിലെ സാഹചര്യത്തിൽ എണ്ണവില $80 ഉടൻ ഇരച്ചു കയറുമെന്നാണ്. വൈകാതെ $100 കടക്കുമെന്നുള്ള നിരീക്ഷണങ്ങളും നിലവിൽ നിൽക്കുന്നുണ്ട്. യുദ്ധം പോലുള്ള സാഹചര്യങ്ങൾ ഓഹരി, കടപ്പത്രം, കറൻസി വിപണി ഉലയും. ഇത് നേട്ടമാകുന്നത് സ്വർണത്തിനാണ്. ഗോൾഡ് ETF-നും സിൽവർ ETF-നും സുരക്ഷിത നിക്ഷേപം എന്ന പെരുമ കിട്ടും. കറൻസികളെ കൈവിട്ട ലോകത്തെ പ്രധാന കേന്ദ്ര ബാങ്കുകളെല്ലാം കരുതൽ ശേഖരത്തിന് സ്വർണം വാങ്ങി നിറയ്ക്കുകയും ചെയ്യും. ഇത് വിലക്കയറ്റത്തിന് വഴിയൊഴുക്കും എന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ സെഷനിൽ ഔൺസിന് $100 ഉയർന്ന് $5278.1 രാജ്യാന്തര വിലയുള്ളത്. ഇത് വൈകാതെ $6000 എത്തിയേക്കാം. വെള്ളി വില 7.6% മുന്നേറി ഔൺസിന് $93.72 വെള്ളി വില $100 കടക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും യുദ്ധം ഈ ഗതി പോയാൽ എന്തൊക്കെയാകും കാത്തിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു.